സ്വർണം പൂശിയ വകയിൽ ചെറിയ ലാഭമൊന്നുമല്ല ഉണ്ണിപ്പോറ്റിക്ക് കിട്ടിയിട്ടുള്ളത്. ഉരുപ്പടികളിലെ സ്വർണം മുക്കി എന്നതിനപ്പുറം സ്വർണം പൂശാനെന്ന് പറഞ്ഞ് പലരിൽ നിന്നും പണവും വാങ്ങിയിട്ടുണ്ട് ബാംഗ്ലൂർ ഉണ്ണിത്തിരുമേനി എന്നറിയപ്പെടുന്ന ഈ മാന്യൻ. അതുമാത്രമല്ല, കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലുമായി നിരവധി വീടുകളിലും ക്ഷേത്രങ്ങളിലുമായി ഈ സ്വർണ്ണ ഉരുപ്പിടികൾ പ്രദർശിപ്പിച്ച് പണവും പറ്റിയിട്ടുണ്ട്. പോറ്റി തന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് താങ്ങുപീഠങ്ങൾ സമർപ്പിക്കുമ്പോൾ ദേവസ്വം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതുൾപ്പെടെ നിരവധി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ. അതിന്റെ സ്വഭാവം, തീവ്രത, ശിക്ഷ ഇതെല്ലാം വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചിട്ട് കാര്യം. ശബരിമലയിലെ ഒരു സിസ്റ്റം അനുസരിച്ച് അവിടെ ഒരു ഹൈറാർക്കി ഓഫ് ഉദ്യോഗസ്ഥരുണ്ട്. നമുക്കറിയാം, സ്വീപ്പർ മുതൽ ദേവസ്വം കമ്മീഷണർ മുതൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ വലിയൊരു ശൃംഖല. അവർ കാലാകാലങ്ങളായി ആ ഉദ്യോഗസ്ഥരെ അറിയാതെ അല്ലെങ്കിൽ അവരുടെ കണ്ണേവൻസ് ഇല്ലാതെ ഇവിടെ ചെയ്യാൻ കഴിയില്ല. അതിനൊന്നും നമുക്ക് ഒരു സംശയവുമില്ല. അത് തീർച്ചയായിട്ടും അവർക്കൊക്കെ പങ്കുണ്ട്. ആ പങ്ക് തെളിയിക്കപ്പെടണം. അല്ലാതെ ഒരു സ്കേപ്പ് ഗോട്ടിനെ പോലെ, ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാളിനെ മാത്രം ഇതിൽ ഒതുങ്ങി നിർത്തരുത്, അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഈ കേസ് തെളിയിക്കപ്പെടാൻ കഴിയില്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകൾ ഇതിനകത്ത് പങ്കുണ്ടാകണമെന്നല്ല, പങ്കുണ്ട്. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് തന്നെയുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ ആരോപണങ്ങളെ ഇതിൽ കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുക, അതെല്ലാം അവരുടെ അത് ഈ അന്വേഷണവുമായി കൂട്ടിക്കലർത്തരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.